LNP എല്ലാവരും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ഡ്രോൺസ് അൺമാൻഡ് വെഹിക്കിൾ ബേസിക്സ് പാർട്ട് 2 കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. നിങ്ങൾ പാർട്ട് 1 മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ചാനലിൽ നമ്മൾ പ്ലേലിസ്റ്റ് ഡ്രോൺ അൺമാൻഡ് ആർ വെഹിക്കിൾ ബേസിക്സ് പാർട്ട് 1 to 2 മലയാളം എന്ന് പറഞ്ഞ ഒരു പ്ലേലിസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ട് അതിൽ പോയിട്ട് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. ഓക്കെ, സോ ഇതിൽ നമ്മൾ ഇന്ന് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ ഒരു ബ്ലോക്ക് ഡയഗ്രാം എങ്ങനെ ഉണ്ടാവും, ഓക്കെ, ഇതേപോലെ ഡിഫറെൻറ്റ് അപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്, മെക്കാനിക്കലി ഇത് എങ്ങനെ ഡിസൈൻ ചെയ്യുന്നുണ്ട്, ഓക്കെ, അതേപോലെ ഇതിന് ബാക്കിലുള്ള ഫിസിക്സ് എന്താണ്, ഓക്കെ, അതേപോലെ ഇതിൽ നമ്മൾ യൂസ് ചെയ്യാറുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫ്രെയിംസ് എന്തൊക്കെയാണ്, ഓക്കെ, ഇതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് മോട്ടോർസ് എന്തൊക്കെയാണ്, എന്തൊക്കെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സെൻസേഴ്സ് നമ്മൾ ഇതിൽ യൂസ് ചെയ്യുമെന്ന് പറഞ്ഞ് നമ്മൾ ബേസിക് ആയിട്ട് ഇന്ന് കാണാൻ പറ്റും. ഓക്കെ, സോ ഇപ്പോൾ ഇതിൻ്റെ ബേസിക് എന്ന് പറയുമ്പോൾ ഒരു എയർപ്ലെയിൻ ബോഡി ഇതിലുണ്ട്. ഓക്കെ, അതായത് ഈ പറഞ്ഞ എക്സ് ഫ്രെയിമോ ഹെച്ച് ഫ്രെയിമോ എന്ത് വേണമെങ്കിലും ആവട്ടെ, പക്ഷെ അതാണ് എയർക്രാഫ്റ്റിന്റെ ബോഡി. ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഉള്ളടക്കണം എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ട് സെൻസാർസ്, ആക്ച്വേറ്റേഴ്സ്, ഓക്കെ, കമ്പ്യൂട്ടിംഗ് പവർ, അതായത് ഈ പറഞ്ഞ സിസ്റ്റം ഓൺ ചിപ്സ്, ഓക്കെ, ഇത് മാത്രമല്ലാതെ നമ്മൾ ബേസിലും, ഓക്കെ, ഈ പറഞ്ഞ ഗ്രൗണ്ട് കൺട്രോളിലും ഇത് പറക്കുന്ന സ്ഥലത്തിനുള്ള കമ്മ്യൂണിക്കേഷൻസ് ഒക്കെ ചെയ്യും. കമ്മ്യൂണിക്കേഷൻ മോഡ്യൂൾ ഉറപ്പായിട്ട് ആവശ്യം വരും. എന്തെങ്കിലും റെക്കോർഡ് ചെയ്യണമെങ്കിൽ റെക്കോർഡേഴ്സ് ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടാവും. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇത് ഇത് റൺ ആവാനുള്ള എനർജി സപ്ലൈ ഉറപ്പായിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടാവും. ഓക്കെ, ഇതാണ് ബേസിക് ആയിട്ടുള്ള കോമ്പണൻസ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ നോർമൽ എയർക്രാഫ്റ്റിന് ഇതിനും കാര്യമായിട്ട് വലിയ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ അതിൽ ക്രൂ ഉണ്ടാവും, ഓക്കെ, പാസഞ്ചേഴ്സ് ഉണ്ടാവും, പൈലറ്റ് ഉണ്ടാവും. ഇതിൽ അതല്ലാത്ത സ്ഥലത്ത് നമ്മൾ പൈലറ്റ് പകരം ഓട്ടോ പൈലറ്റ് സോഫ്റ്റ്വെയർസ് ഇതിൽ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, അതേപോലെ മൈക്രോ കൺട്രോളേഴ്സ് ഉണ്ടാവും, ഓക്കെ, സിസ്റ്റം ഓൺ സ്വിച്ചസ് ഉണ്ടാവും, സിംഗിൾ ബോർഡ് കൺട്രോളേഴ്സ് ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടാവും. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് സിസ്റ്റം ഹാർഡ്വെയർ ഒരു അൺമാൻഡ് ആർ വെഹിക്കിൾ ഉണ്ടെന്ന് പറഞ്ഞാൽ ഇതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കൺട്രോളേഴ്സിനെ ഫ്ലൈറ്റ് കൺട്രോളേഴ്സ് എന്ന് പറയും. അതുപോലെ FCB, അതായത് ഫ്ലൈറ്റ് കൺട്രോളർ ബോർഡ് ഉണ്ടാവും. ഇതിനെ ഓട്ടോ പൈലറ്റ് എന്ന് പറയും. ഇതുപോലെ നമുക്ക് ആവശ്യമുള്ള എല്ലാ സെൻസേഴ്സും ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടാവും. ഓക്കെ, ഇപ്പോൾ ഉറപ്പായിട്ട് നമ്മൾ പൊസിഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പൊസിഷൻ മൂവ്മെന്റ്സ് ഇതെല്ലാത്തിൻ്റെ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്ത് കൊടുക്കുന്ന ഇൻപുട്ട് ഡിവൈസസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ സെൻസേഴ്സ് ആണ്. ഈ പറഞ്ഞ മൊത്ത കാര്യങ്ങളും നോക്കാൻ പോകുന്നത്. ഓക്കെ, ഇത് മാത്രമല്ലാതെ നമ്മൾ കൊളീഷൻ അവോയ്ഡ് ചെയ്യണം, ഓക്കെ, സെപ്പറേഷൻ അഷ്യൂർ ചെയ്യണം എന്ന് പറഞ്ഞ് ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഇതിൽ തീരുമാനിക്കാൻ പറ്റും. അടുത്തതായിട്ട് DOF, അത് എന്താണ് DOF? ഡിഗ്രി ഓഫ് ഫ്രീഡം. ഈ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞാൽ എത്ര amount ഓഫ് ക്വാളിറ്റി ഓഫ് സെൻസേഴ്സ് അതിൻ്റെ ഉള്ളിലുണ്ടെന്ന് അനുസരിച്ചാണ് ഈ ഡിഗ്രി ഓഫ് ഫ്രീഡം ഉണ്ട്. ഡിഗ്രി ഓഫ് ഫ്രീഡം 6 ആണെങ്കിൽ ഇതിൽ 3 ആക്സിസ് ഗൈറോസ്കോപ്പും ആക്സിലറോമീറ്റേഴ്സ് ഉണ്ട്. ഓക്കെ, ഇതിനെ വന്നിട്ട് ടിപ്പിക്കൽ ഇനേർഷ്യൽ മെഷർമെന്റ് യൂണിറ്റ് IMU എന്ന് പറയും. IMU ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടെന്ന് പറഞ്ഞാൽ അതിന് ഡിഗ്രി ഓഫ് ഫ്രീഡം 6 ആണ്. ഓക്കെ, അതേപോലെ ഡിഗ്രി ഓഫ് ഫ്രീഡം 9 ആണെങ്കിൽ അതിൽ IMU പ്ലസ് കോമ്പസ് ഉണ്ടാവും. ഓക്കെ, ഡിഗ്രി ഓഫ് ഫ്രീഡം 10 ആണെങ്കിൽ ബാരോമീറ്റേഴ്സ് കൂടെ ചേർത്തിണ്ടാവും. ഓക്കെ, അത് ഡിഗ്രി ഓഫ് ഫ്രീഡം 11 ആണെങ്കിൽ GPS അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവും. ഓക്കെ, ആക്ച്വേറ്റേഴ്സിന്റെ പണി എന്താണെന്ന് പറഞ്ഞാൽ ഇതിൽ വന്നിട്ട് ഡിജിറ്റൽ ഇലക്ട്രോണിക് സ്പീഡ് കൺട്രോളേഴ്സ് ആണ്. ഓക്കെ, ഇത് എന്തിന്റെ കൂടെ ലിങ്ക് ആയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ മോട്ടോർ ഓർ എഞ്ചിന്റെ സ്പീഡ് കൺട്രോൾ ചെയ്യാനും പ്രൊപ്പലറിന്റെ സ്പീഡിനെ കൺട്രോൾ ചെയ്യാനാണ് ഈ പറഞ്ഞ ആക്ച്വേറ്റേഴ്സ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഈവൻ പ്ലെയിൻസിൽ ഹെലികോപ്റ്റേഴ്സിൽ മോസ്റ്റ്ലി സർവോ മോട്ടോർസ് ഉണ്ടാവും. ഓക്കെ, വെപ്പൻസ്, പേലോഡ് ആക്ച്വേറ്റേഴ്സ്. ഇപ്പോൾ എക്സാമ്പിൾ ഒരു വെപ്പനെ ക്യാരി ചെയ്തിട്ട് പോകുന്നതിനാൽ അതിന്റെ പ്രോപ്പറേറ്റർ കൺസേൺ ലൊക്കേഷനിൽ ഈ പറഞ്ഞ ഓട്ടോമാറ്റിക് ആംസിനെ അൺആം ചെയ്യണം എന്ന് പറയുമ്പോൾ നമ്മൾ ആക്ച്വേറ്റേഴ്സിന്റെ ആവശ്യങ്ങൾ അവിടെ ഉണ്ടാവും. ഓക്കെ, ഇത് മാത്രമല്ലാതെ നമ്മുടെ സോഫ്റ്റ്വെയർസ് കുറെ വെറൈറ്റി വന്നിട്ടുണ്ട്. ഓക്കെ, ഈ പറഞ്ഞ സിംഗിൾ ബോർഡ് കമ്പ്യൂട്ടേഴ്സ് ആയ റാസ്ബെറി, ഓക്കെ, ഇതിലെന്ന് പറയുമ്പോൾ ലിനക്സ്, ഓക്കെ, ഒറോക്കസ് റോബോട്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്ന കുറെ സിസ്റ്റംസ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, അതേപോലെ ഈ അൺമാൻഡ് ആർ വെഹിക്കിളിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയറിന്റെ മറ്റൊരു പേര് ഫ്ലൈറ്റ് സ്റ്റാക്ക് ആണ്, അല്ലെങ്കിൽ ഇതിനെ ഓട്ടോ പൈലറ്റ് എന്നും പറയും. ഓക്കെ, സോ ഈ ഫ്ലൈറ്റ് സ്റ്റാക്കിന്റെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം എന്ന് പറഞ്ഞാൽ സെൻസാർസിലെ ഡേറ്റ കളക്ട് ചെയ്യുക, മോട്ടോർ സ്പീഡിനെ കൺട്രോൾ ചെയ്യുക, അതേപോലെ ഈ അൺമാൻഡ് എയർ വെഹിക്കിളിന്റെ സ്റ്റെബിലിറ്റിനെ കൺട്രോൾ ചെയ്യാനുള്ള എല്ലാ പണികളും ഇത് ചെയ്യും. ഓക്കെ, അടുത്തത് ഇതിന്റെ അപ്ലിക്കേഷൻസ് നോക്കുമ്പോൾ കുറേ ഉണ്ട്. ഓക്കെ, നമ്മൾ എവിടെയാണ് ഇത് യൂസ് ചെയ്യാൻ പോകുന്നത്, മിലിറ്ററിയിലാണോ, ഇൻഡസ്ട്രിയിലാണോ, കമർഷ്യലാണോ എന്ന് പറഞ്ഞിട്ട് അതിനനുസരിച്ച് ഇതിന്റെ അപ്ലിക്കേഷൻ ഡിപെൻഡ് ചെയ്യാൻ. ഓക്കെ, സോ ഒരു മിലിറ്ററിയിലാണെങ്കിൽ എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ട് ആന്റി എയർക്രാഫ്റ്റ് ടാർഗറ്റ് പ്രാക്ടീസസ്, ഇന്റലിജന്റ് ഇൻഫർമേഷൻ ഗ്യാതറിംഗിൽ നമ്മൾ ഈ പറഞ്ഞ മിലിറ്ററിയിൽ യൂസ് ചെയ്യും. ഇൻഡസ്ട്രീസ് എന്ന് പറയുമ്പോൾ ഇത് വന്നിട്ട് IoTs ഉണ്ട് ഇതിൽ. ഓക്കെ, ന്യൂമറസ്
അപ്ലിക്കേഷൻസ് നമ്മൾ യൂസ് ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ അഗ്രികൾച്ചർ കമ്പനീസിൽ ഓക്കെ നമ്മൾ പറഞ്ഞ ലാൻഡിനെ മോണിറ്റർ ചെയ്യാം, ക്രോപ്സിനെ മോണിറ്റർ ചെയ്യാം നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഈവൻ വന്നിട്ട് എനർജി കമ്പനീസിൽ പവർ സപ്ലൈൻസിൽ എനർജി എത്ര ഉണ്ടെന്ന് പറഞ്ഞ് നമ്മൾ ഏറ്റവും ദൂരത്തുള്ള ഉയരങ്ങളിൽ പോയിട്ട് കാണണം എന്ന് പറഞ്ഞ് ഈ പറഞ്ഞ ഡ്രോൺസിനെ വെച്ച് നമ്മൾ കണ്ടെത്താൻ പറ്റും. ഓക്കെ, അതേപോലെ കമർഷ്യൽ എന്ന് പറയുമ്പോൾ നവഡേസ് ഇറ്റ് ഇസ് ദ ലാർജസ്റ്റ് സ്ട്രോങ്സ്റ്റ് ആൻഡ് ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ഇൻഡസ്ട്രി. ഓക്കെ, ഈവൻ ഫാർമർ ഫീൽഡ്സിനെ അനലൈസ് ചെയ്യാനും സെൽഫ് പൈലറ്റ് ഡ്രോൺസിനെ വെച്ച് നമ്മൾ ചെയ്യാൻ പറ്റും. ഓക്കെ, ശരി. അടുത്തതായിട്ട് നമ്മൾ ബേസിക് ആയിട്ട് ഒരു കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കാം. മെക്കാനിക്കൽ ഡിസൈൻ ആണ്. ഓക്കെ, സോ ഈ മെക്കാനിക്കൽ ഡിസൈനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. സോ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് തിങ് ഈ എക്സ്പ്രെയിം ആണ്. ഇതാണ് ഇതിന്റെ വെർട്ടിബ്ര എന്ന് പറയുന്നത്, നടു സ്പൈനൽ കോഡ് എന്ന് പറയാം. ഓക്കെ, ഇതല്ലാതെ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ CPU, മദർ ബോർഡ്, ഡാറ്റർ ബോർഡ്, ഇതൊക്കെ വൈറ്റൽ റോൾ പ്ലേ ചെയ്യുന്നുണ്ട്. ഇത് മാത്രമല്ലാതെ ഇവിടെ എയർ സർക്കുലേഷനും ഹീറ്റിനെ വന്നിട്ട് പ്രോപ്പറായിട്ട് ത്രൂ ഹീറ്റ് എക്സ്ചേഞ്ചേഴ്സ് ഉണ്ടാകുന്ന ജനറേറ്റ് ആവുന്ന ഹീറ്റിനെ പുറത്ത് നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ നമ്മൾ ഈ പറഞ്ഞ ഹീറ്റ് സ്പ്രെഡേഴ്സ് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, അത് മാത്രമല്ലാതെ ഈ മദർ ബോർഡ്സിനെ ഇതെല്ലാത്തിനെയും വന്നിട്ട് റേഡിയോ ആക്റ്റീവ് ഡിവൈസസിലിരുന്ന് ഓക്കെ പ്രൊട്ടക്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ മൈലേഴ്സ് എന്ന് പറഞ്ഞ എൻക്ലോഷേഴ്സിന് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഇത് മാത്രമല്ലാതെ ഈ പറഞ്ഞ എല്ലാ ഡിവൈസസിനെയും പ്രൊട്ടക്ട് ചെയ്യാൻ നമ്മൾ വന്നിട്ട് ബോട്ടമിൽ എൻക്ലോഷർ വെച്ചിട്ടുണ്ട്. അതിന്റെ പുറത്താണ് ഈ പറഞ്ഞ ക്യാമറ മോഡ്യൂൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യും. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഒരു മദർ ബോർഡിൽ നമുക്ക് ആവശ്യമുള്ള എല്ലാ ഇലക്ട്രോണിക് കോമ്പണൻസ് ഉണ്ട്, പക്ഷേ എല്ലാം അതിൽ വെക്കാൻ പറ്റുന്നു വരാം. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഈ പറഞ്ഞ ഡോട്ടർ ബോർഡ്സിന് നമ്മൾ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ പ്രൊപ്പല്ലർ എന്ന് പറയുന്നത് ഒരു ആംഗിൾഡ് ബ്ലേഡ്സ് ആണ്. ഓക്കെ, ഇത് വന്നിട്ട് നമ്മൾ മോട്ടറിന്റെ ഷാഫ്റ്റിൽ നമ്മൾ ഫിക്സ് ആക്കി വെച്ചിരിക്കും. ഓക്കെ, അതേപോലെ പ്രൊപ്പല്ലർ മോട്ടോർസ് എന്ത് യൂസ് ചെയ്യുന്നത് DC മോട്ടോർസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അവിടെ ബ്രഷ്ലെസ് DC മോട്ടോർസ് വരെ ഇൻഡസ്ട്രീസിൽ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, അതേപോലെ ടോപ്പ് എൻക്ലോഷേഴ്സ് എന്ന് പറഞ്ഞ് ഈ പറഞ്ഞ ഡോട്ടർ ബോർഡിനെ പ്രൊട്ടക്ട് ചെയ്യാനാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. ഓക്കെ, എക്സ്പ്രീം നേരത്തെ പറഞ്ഞ മാതിരി അത് ഡ്രോണിന്റെ വെർട്ടിബ്രയാണ്. ഓക്കെ, അതേപോലെ ബോട്ടം എൻക്ലോഷർ എന്ന പണി എന്ന് പറഞ്ഞാൽ ഇത് ഏതൊരു പ്ലാസ്റ്റിക്കിലോ അല്ലെങ്കിൽ ഫൈബറിലോ ഉണ്ടാവും. ഓക്കെ, ഇതിന്റെ പണി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിലുള്ള ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ സബ്സിസ്റ്റൻസിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള പണിയാണ്. ഓക്കെ, മൈലർ എന്ന് പറഞ്ഞ ഒരു പോളിയസ്റ്റർ റെസിനാണ്. ഹീറ്റ് റെസിസ്റ്റന്റ് പ്ലാസ്റ്റിക് ഫിലിംസ് ആൻഡ് ഷീറ്റ്സ് ആണ് ഉണ്ടാക്കിയിട്ടുണ്ടാവും. ഓക്കെ, ഈ പറഞ്ഞ PCBA മെറ്റാലിക് എക്സ്പ്രീംസിനെ രക്ഷിക്കുന്നതാണ് ഈ പറഞ്ഞ ഇതിന്റെ പണി. ഓക്കെ, സോ മദർ ബോർഡ് എന്ന് പറയുന്നത് PCBA ആണ്. നമുക്ക് ആവശ്യമുള്ള എല്ലാ ഇലക്ട്രിക്കൽ പാർട്സും ഇതിൽ സോൾഡർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. CPU എന്ന് പറയുന്നത് ഇറ്റ് ഇസ് യൂഷ്വലി SoC, സിസ്റ്റം ഓൺ ചിപ്സ്. ഓക്കെ, അതേപോലെ ഷീൽഡിംഗ് ആൻഡ് ടീം എന്ന് പറഞ്ഞാൽ എന്തിനു യൂസ് ചെയ്യുന്നത് പറഞ്ഞാൽ ഡിജിറ്റൽ RF ഡിവൈസസ് എന്തെങ്കിലും ആവശ്യമുണ്ടെന്ന് പറഞ്ഞാൽ അതിനെ പ്രൊട്ടക്ട് ചെയ്യണം എക്സ്റ്റേണൽ ഡിസ്റ്റർബൻസ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ഷീൽഡിംഗ് ആൻഡ് ടിബ് നമ്മൾ യൂസ് ചെയ്യാം. ഓക്കെ, ഉറപ്പായിട്ട് എയർ ഗ്യാപ്പിന്റെ ആവശ്യം വരും, എയർ സർക്കുലേഷന്. ഓക്കെ, ക്യാമറ മോഡ്യൂൾസ് നമ്മൾ ആപ്ലിക്കേഷൻ അനുസരിച്ച് നമ്മൾ തീരുമാനിക്കാൻ പറ്റും. ഓക്കെ, സോഫ്റ്റ്വെയർസ് എന്ന് പറയുമ്പോൾ ഫാർമർ കോമ്പണൻസ്, വോയിസ് ആൻഡ് ഡ്രൈവേഴ്സ്. ഓക്കെ, ഡ്രൈവേഴ്സിൽ 2 കാറ്റഗറി ഉണ്ട്. ജനറിക് ഡിവൈസസ് എന്ന് പറഞ്ഞ ഒരു കാറ്റഗറീസ് ഉണ്ട്. ഇത് മാത്രമല്ലാതെ നമ്മളെ ഡിഫറൻഷിയേറ്റഡ് വാല്യൂസും പർട്ടിക്കുലർ ക്യാരക്ടറിസ്റ്റിക്കും വേണമെന്ന് പറഞ്ഞാൽ അതിനനുസരിച്ച് നമ്മൾ ആവശ്യമുള്ള ഈ പറഞ്ഞ ഡ്രൈവേഴ്സിന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ലോജിസ്റ്റിക് ആൻഡ് ഓപ്പറേഷൻ മാനേജ്മെന്റിൽ ഒരു ഡ്രോൺസ് എന്ന് പറയുന്നത് വൈറ്റൽ റോൾ പ്ലേ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത് കാരണം നമ്മൾ ഡിസൈൻ കോസ്റ്റ്, ഇൻവെന്ററി കോസ്റ്റ്, ഓക്കെ മെറ്റീരിയൽ സപ്ലൈ ചെയ്യുന്ന ടൈം, ഇതുവരെ എല്ലാ കാര്യങ്ങളും നമ്മൾ മാനേജ് ചെയ്തെടുക്കാൻ പറ്റും കമേഴ്ഷ്യൽ ഡ്രോൺസ് വെച്ചിട്ട്. ഓക്കെ, അപ്പോൾ അടുത്തതായിട്ട് ഇതിനനുസരിച്ചുള്ള ഫിസിക്സിനെ കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ക്വാഡ്കോപ്റ്റർ എടുക്കാം. ക്വാഡ്കോപ്റ്റർ എന്ന് പറയുമ്പോൾ 4 മോട്ടോർസ് ഇതിലുണ്ടാവും. ഓക്കെ, ഇപ്പോൾ സപ്പോസ് ഓക്കെ ഇത് ഒരു ചെറുതായിട്ടുള്ള ഒരു ഹോവർ മൂവ്മെന്റ് ക്രിയേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഓക്കെ ഇതിൽ ഇരിക്കുന്ന 4 പ്രൊപ്പലേഴ്സിൽ ഓക്കെ 2 പാൻ, അതായത് 2 എണ്ണം വന്നിട്ട് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ആവും, ബാക്കി 2 എണ്ണം വന്ന് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ആവും. അപ്പോഴാണ് ഒരു ബാലൻസ് എന്ന് പറയുന്നത് എസ്റ്റാബ്ലിഷ് ആവുന്നത്. 4 ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ മൂവ്മെന്റ് ഡിഫറെന്റ് ആയിട്ടുണ്ടാവും. 2 ക്ലോക്കിലും 2 ആന്റി ക്ലോക്കിലും റൊട്ടേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആവശ്യമുള്ള മൂവ്മെന്റ് എന്ന് പറയുന്നത് ഒരു ബാലൻസ്ഡ് മൂവ്മെന്റ് എന്ന് പറയുന്നത് എസ്റ്റാബ്ലിഷ് ആവുന്നുണ്ട്. ഓക്കെ, ഇതിൽ ടോർക്ക്, ട്രസ്റ്റ് എന്ന് പറഞ്ഞ കാര്യങ്ങൾ വൈറ്റൽ റോൾ പ്ലേ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഈക്വേഷൻസ് ആണ്. ഓക്കെ, അതായത് ട്രസ്റ്റ് ഇസ് ഡയറക്റ്റ് പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ആംഗുലർ വെലോസിറ്റി ആണ്. ഇപ്പോൾ ഫോഴ്സും ഓക്കെ മാസിന്റെ റിലേഷൻഷിപ്പിനെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോണത്. ഓക്കെ,
ഇപ്പോൾ ന്യൂട്ടൺ സെക്കൻഡ് ലാ ഇതിൽ വൈറ്റൽ റോൾ പ്ലേ ചെയ്യുന്നുണ്ട്. ഫോഴ്സ് ഇസ് ഈക്വൽ ടു മാസ് ഇൻ ടു ആക്സലറേഷൻ. ഒരു ലീനിയർ മൂവ്മെന്റ്സിന് ഇതും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളാണ്. ടോട്ടൽ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് നത്തിങ് ബട്ട് ഇനേഷ്യ ഇൻ ടു ദ ആംഗുലർ വെലോസിറ്റി. ഓക്കെ, സോ ഇപ്പോൾ നമ്മൾ ബേസിക് ആയിട്ട് ഫിസിക്സിനെ നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, ഈ പറഞ്ഞ ഡ്രോൺസിൽ 3 ആക്ഷൻസ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ക്രിയേറ്റ് ആകും. ഒന്ന് വന്ന് ഹോവർ, മറ്റൊന്ന് റൈസ്, മൂന്നാമത്തത് ഡ്രോപ്പ്. ഹോവർ മൂവ്മെന്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നു പറഞ്ഞാൽ, ഇപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ വെച്ചിട്ട് ഞാൻ പറഞ്ഞു. ഓക്കെ, ഈ പറഞ്ഞ ഒരു ഡ്രോൺ എടുക്കാം. ഓക്കെ, ഈ പറഞ്ഞ പ്രൊപ്പലേഴ്സ് ഉണ്ട്, മോട്ടോർസ് ഉണ്ട് എന്ന് വെക്കാം. ഇതിന്റെ വെയിറ്റ് നമുക്ക് വന്നിട്ട് ഒരു 8 കിലോ വെക്കാം. ഓക്കെ, 8 കിലോ വെയിറ്റ് എന്ന് വെക്കാം. ഇപ്പോൾ സപ്പോസ് ഇതിനെ വന്നിട്ട് നമ്മൾ ഫ്ലൈ ചെയ്യിപ്പിക്കണം. ഓക്കെ, ഇത് 8 കിലോ വെയിറ്റ് ആണെങ്കിൽ ഈ കൊടുക്കുന്ന ഫോഴ്സ് 8 കിലോ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അത് ഫ്ലൈ ആവത്തില്ല, അങ്ങനെ ഉണ്ടാവും. ഓക്കെ, പക്ഷേ ഇതിനെ വന്നിട്ട് നമ്മൾ ഫ്ലൈ ചെയ്യിപ്പിക്കണമെന്ന് പറഞ്ഞാൽ, ഓക്കെ, ഒരു മൂവ്മെന്റ് അപ്പിൽ കൊടുക്കണമെന്ന് പറഞ്ഞാൽ ഈ 8 കിലോന് കാട്ടിൽ കൂടുതലായി ഉള്ള ട്രസ്റ്റ് ഈ പറഞ്ഞ ഫോഴ്സ് പറഞ്ഞ പ്രൊപ്പലേഴ്സ് ഉണ്ടാക്കണം. ഓക്കെ, അതായത് നമ്മൾ സിമ്പിളായിട്ട് പറയണമെങ്കിൽ F1, F2, F3 അല്ലെങ്കിൽ F4 ഉണ്ടാക്കണം. ഈ പറഞ്ഞ ഫോഴ്സ് ഈ പറഞ്ഞ മാസിനെക്കാട്ടിൽ കൂടുതൽ ഉണ്ടാക്കുമ്പോൾ നമ്മൾ റൈസിങ് മൂവ്മെന്റ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതിന്റെ പേരാണ് റൈസിങ്, ക്ലൈംബിംഗ് ഓർ ടേക്കിംഗ് ഓഫ്, എന്ത് വേണമെങ്കിലും നമുക്ക് വെക്കാം. ഓക്കെ, അതേപോലെ എത്ര ഡിസ്റ്റൻസ് വേണമെന്ന് പറഞ്ഞാൽ നമുക്ക് D is equal to ഫോഴ്സ് മൈനസ് മാസ്. ഓക്കെ, സോ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഹോവറിംഗ് മൂവ്മെന്റ് എന്ന് പറയുന്നത് ഇഫ് മാസ് ഇസ് ഈക്വൽ ടു ടോട്ടൽ നമ്പർ ഓഫ് ഫോഴ്സസ് ആണെങ്കിൽ ഓക്കെ മൂവ്മെന്റ് 0 ആണ്. ഓക്കെ, പക്ഷേ നമുക്ക് റൈസിങ് മൂവ്മെന്റ് ഉണ്ടാക്കണമെന്ന് പറഞ്ഞാൽ the force should be greater than the mass. അപ്പോൾ എന്താവെന്ന് പറഞ്ഞാൽ അത് റൈസ് ആവും. ഓക്കെ, അടുത്തതായിട്ട് ഡ്രോപ്പിംഗ് മൂവ്മെന്റ് എങ്ങനെയെന്ന് പറഞ്ഞാൽ നമ്മൾ മാസ് ഫോഴ്സിനെക്കാട്ട് കൂടുതലാണെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് ഡ്രോപ്പ് മൂവ്മെന്റ് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ എങ്ങനെ ബേസിക് ആയിട്ട് ഒരു റൈസിങ് മൂവ്മെന്റ്, ഡ്രോപ്പിംഗ് മൂവ്മെന്റ്, ഹോവറിംഗ് ഉണ്ടാകണമെന്ന് നമ്മൾ മനസ്സിലാക്കി. ഓക്കെ, ഇപ്പോൾ യാ മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ യാ മൂവ്മെന്റ് എന്താണ്? അതായത് ഒരു ഡ്രോണ് മുകളിലും താഴ്ത്തും പോയാൽ മതിയാ? അല്ല, നമുക്ക് സപ്പോസ് ലീനിയർലി ഇത് മൂവ് ചെയ്യണം, റൈറ്റിൽ മൂവ് ചെയ്യണം, ലെഫ്റ്റിൽ മൂവ് ചെയ്യണം എന്ന് പറഞ്ഞാൽ അവിടെ യാ റോൾ പ്ലേ ചെയ്യുന്നുണ്ട്. അതായത് ഒരു പറഞ്ഞ ഒരു ഹൊറിസോണ്ടൽ പ്ലെയിൻ ആണെങ്കിൽ എക്സ് ആൻഡ് വൈ പ്ലെയിനിൽ എങ്ങനെ നമ്മൾ ഈ മൂവ്മെന്റ് ക്രിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര സിമ്പിളാണ്. ഓക്കെ, സോ ഇതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന പാർ ഓഫ് പ്രൊപ്പലേഴ്സ് ആണ് ഇതിൽ കളിക്കാൻ പോകുന്നത്. എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ സപ്പോസ് ഒരു ഡ്രോൺ എടുക്കാം. ഓക്കെ, ഇപ്പോൾ ഇതിൽ 4 എണ്ണത്തിനും ഈക്വലായ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ അത് നോർമൽ ഉണ്ടാവും. മാസിനെക്കാട്ടി കൂടുതലാകുമ്പോൾ അത് അപ്വേർഡ് നോക്കി ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അപ്വേർഡ് നോക്കി പോകാൻ. ഓക്കെ, ഇപ്പോൾ നമുക്കൊരു റൈറ്റ് സൈഡിൽ ഒരു ട്വിസ്റ്റ് ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറഞ്ഞാൽ ഇത് രണ്ടിന്റെ ഫോഴ്സിനെ നമ്മൾ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് എന്താണെന്ന് പറഞ്ഞാൽ ഒരു മൂവ്മെന്റ് ക്രിയേറ്റ് ആകും, ഒരു ഫോഴ്സ് ക്രിയേറ്റ് ആകും. ഓക്കെ, ഇതേ വന്നിട്ട് ഇത് രണ്ടിന്റെ നമ്മൾ ഫോഴ്സ് ക്രിയേറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ ഇൻക്രീസ് ആക്കി എന്ന് പറഞ്ഞാൽ ഇപ്പുറത്തൊരു ഫോഴ്സ് നമ്മൾ ഉണ്ടാക്കാൻ പറ്റും, ട്വിസ്റ്റ് മൂവ്മെന്റ്സ് ഉണ്ടാക്കാൻ പറ്റും, റോൾ മൂവ്മെന്റ്സ് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, സോ നമുക്ക് സിമ്പിൾ ആയിട്ട് പറയണമെങ്കിൽ ഒരു റൈറ്റ് സൈഡ് ട്വിസ്റ്റ് കൂടുതലായിട്ട് വേണമെന്ന് പറഞ്ഞാൽ ഇതിന്റെ ഇവിടെ ബാക്കിൽ ത്രസ്റ്റ് കൂട്ടിയാൽ എന്താവും ഓട്ടോമാറ്റിക് ആയിട്ട് ഇത് റൈറ്റ് ടേൺ ആവും. അല്ല എനിക്ക് ലെഫ്റ്റ് ടേൺ ആകണം എന്ന് പറഞ്ഞാൽ ഇതിന്റെ നമ്മൾ കൂട്ടുമ്പോൾ എന്താവും ഓട്ടോമാറ്റിക് ലെഫ്റ്റിൽ ഒരു മൂവ്മെന്റ് നമ്മൾ ഉണ്ടാക്കി വെക്കാൻ പറ്റും. ട്വിസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇത് രണ്ടിന്റെ നമ്മൾ കൂട്ടുമ്പോൾ എന്താവെന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് റൊട്ടേഷൻ ചെയ്യാൻ തുടങ്ങും. അല്ല നമ്മൾ ലെഫ്റ്റ് സൈഡിൽ ഒരു മൂവ്മെന്റ് ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ ഇത് രണ്ടിന്റെ മൂവ്മെന്റ് നമ്മൾ കൂട്ടുമ്പോൾ എന്താവും ഓട്ടോമാറ്റിക് ആയിട്ട് ഒരു റോൾ ഉണ്ടാവും. സോ ഇങ്ങനെയാണ് ബേസിക് ആയിട്ടുള്ള യാ മൂവ്മെന്റ് എന്ന് പറയുന്നത് ഉണ്ടാകുന്നത്. ഓക്കെ, അല്ല എനിക്ക് മുന്നോട്ട് നോക്കി പോകണം. ഓക്കെ, അപ്വേർഡ് ഡൗൺവേർഡ് ആയി എനിക്ക് ഫ്രണ്ടിൽ പോകണം എന്ന് പറഞ്ഞാൽ ബാക്കിന്റെ ത്രസ്റ്റ് കൂട്ടുമ്പോൾ ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് ഫ്രണ്ടിൽ പോകും. അല്ല എനിക്ക് റിവേഴ്സിൽ കൊണ്ടുപോകണം എന്ന് പറഞ്ഞാൽ ഫ്രണ്ടിന്റെ ത്രസ്റ്റ് കൂട്ടുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് റിവേഴ്സിലെ ഒരു ഡ്രോണിന് ഉണ്ടാക്കാൻ പറ്റും. സോ ഈ പറഞ്ഞ ഫോഴ്സ് ഈ പ്രൊപ്പലേഴ്സിൽ നമ്മൾ കൊടുക്കുന്ന അനുസരിച്ച് നമ്മൾ ഡിഫറെന്റ് സോർട്ട് ഓഫ് മൂവ്മെന്റ്സ് നമ്മൾ ഉണ്ടാക്കി എടുക്കാൻ പറ്റും. ഓക്കെ, സോ ഈ പിച്ച് ആൻഡ് റോളിനെ കുറിച്ചാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സോ നോർമലായിട്ട് നമുക്ക് അപ്വേർഡ് എങ്ങനെയെന്ന് നമ്മൾ നോക്കി. ഓക്കെ, ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് എങ്ങനെയെന്ന് നമ്മൾ നോക്കി. മുന്നോട്ട് പോകുന്നത് ബാക്കിലോട്ട് വരുന്നത് എങ്ങനെയെന്ന് നോക്കി. ഇതിൽ റോൾ മൂവ്മെന്റ് എങ്ങനെ ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ഡ്രോൺസിൽ ഈ രണ്ടെണ്ണത്തിൽ നമ്മൾ ഫോഴ്സ് ഇത്തിരി കൂട്ടി കൊടുക്കുമ്പോൾ എന്താവുന്ന ഓട്ടോമാറ്റിക് ആയിട്ട് റോൾ ഉണ്ടാകാൻ തുടങ്ങും. അല്ല ഇത് രണ്ടിനെ നമ്മൾ കൂട്ടിയാൽ എന്താവുന്ന ഇപ്പുറത്ത് ഇത് റോൾ ആകാൻ തുടങ്ങും. ഇത് ബേസിക് ഫിസിക്സ് ആണ്. ഓക്കെ, സോ നമ്മൾ കുറേ ഡ്രോൺസ് മാർക്കറ്റ് അവൈലബിൾ ആയിട്ടുണ്ട്. അതിന്റെ പിക്ചേഴ്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതേപോലെ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഡിഫറെന്റ് ഫ്രെയിം ആക്സസറീസ് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുണ്ട്. ഡ്രോൺസിന്റെ ഫീച്ചേഴ്സ് നോക്കുമ്പോൾ ഉറപ്പായിട്ട് ഇന്റർണൽ മെമ്മറി ഉണ്ട്. 2GB, 128GB, 256GB വരെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുണ്ട്. റാം എന്ന് പറയുമ്പോൾ 2GB റാം ഉണ്ട്. ക്യാമറ എന്ന് പറയുമ്പോൾ നമ്മുടെ റിക്വയർമെന്റ് എന്താണ്, ഒരു 12 MB ക്യാമറ വരെ നമ്മൾ യൂസ് ചെയ്യാൻ പറ്റും.
nowadays recording features, quality, അതേപോലെ ഫേസ് ഡിറ്റക്ഷൻ ടെക്നോളജീസ്, ഓഡിയോ അലേർട്സ്, ലൗഡ് സ്പീക്കേഴ്സ് വരെ നമ്മൾ കൊടുക്കാൻ പറ്റും. അതേപോലെ നമുക്ക് ആവശ്യമുള്ള ഈക്വിലിബ്രിയം സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനുള്ള സ്റ്റേബിൾ സിസ്റ്റംസ് ഒരു ഡ്രോൺസിൽ ഉണ്ടാവും. ഓക്കെ, അതേപോലെ ന്യൂട്രൽ സ്റ്റേബിൾ സിസ്റ്റംസും കൺട്രോൾസും വന്നിട്ട് ഡ്രോൺസിൽ ഉണ്ടാവുന്നുണ്ട്. നേരത്തെ പറഞ്ഞ മാതിരി ഈ ഡ്രോൺസിൽ നമ്മൾ എന്ത് ടൈപ്പ് ഓഫ് മോട്ടോർ യൂസ് ചെയ്യണം എന്ന് പറഞ്ഞാൽ DC മോട്ടോർസ് യൂസ് ചെയ്യാനുണ്ട്. ഓക്കെ, DC ഗിയർഡ് മോട്ടോർസ്. നമുക്ക് വെയിറ്റ് കുറവായിട്ടിരിക്കണം. ഓക്കെ, പക്ഷേ പവർഫുൾ മോട്ടറായിട്ടിരിക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ ബ്രഷ്ലെസ് DC മോട്ടോർസിനെ ഈ പറഞ്ഞ ആപ്ലിക്കേഷൻസിൽ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മൾ ഈ പറഞ്ഞ ഇത്രയും ഡിഫറെൻ്റ് ആയ മൂവ്മെന്റ് പ്രൊപ്പലേഴ്സിന്റെ സ്പീഡിനെ നമ്മൾ വാരി ചെയ്യണമെങ്കിൽ അതിൽ ഇമ്പോർട്ടൻ്റ് ആയ റോൾ പ്ലേ ചെയ്യുന്നത് ഈ പറഞ്ഞ സ്പീഡ് കൺട്രോളേഴ്സ് ആണ്. ഓക്കെ, ബാറ്ററീസ് ഉണ്ട്, സ്പീഡ് കൺട്രോളേഴ്സ് ഉണ്ട്. ഇതിനെ ഇൻക്രീസ് ചെയ്യുന്നതും ഡിക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ ഈ പറഞ്ഞ മോട്ടറിന്റെ സ്പീഡിനെ മാറ്റാൻ പറ്റും. ഓക്കെ, ഇത് റൺ ആവാനുള്ള ആവശ്യമുള്ള ബാറ്ററി പവർ സപ്ലൈ ഈ ഡിസ്ട്രിബ്യൂഷൻ ബോർഡ്സിൽ ഉണ്ടാവും. ഓക്കെ, നേരത്തെ പറഞ്ഞ മാതിരി ഒരു ഇൻപുട്ട് ഡിവൈസ് ആണ്. ഓക്കെ, അതിൽ ആവശ്യമുള്ള സെൻസാർസിൽ നിന്ന് ഇൻപുട്സ് എടുക്കും. ഓക്കെ, സിഗ്നൽ കണ്ടീഷനിങ് യൂണിറ്റ്സ് എന്ന് പറയുന്നത് നത്തിങ് ബട്ട് യുവർ കൺട്രോളേഴ്സ് വൈറ്റൽ റോൾ പ്ലേ ചെയ്യുന്നുണ്ട്. ഓക്കെ, എത്ര ഡിഫറെന്റ് ടൈപ്പ് സെൻസേഴ്സ് മാർക്കറ്റിൽ അവൈലബിൾ ആണെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫംഗ്ഷനാലിറ്റി വർക്കിംഗ് അപ്ലിക്കേഷൻ അനുസരിച്ച് ലൈറ്റ് സെൻസേഴ്സ് ഉണ്ട്, ടെമ്പറേച്ചർ സെൻസേഴ്സ് ഉണ്ട്, പ്രഷർ സെൻസേഴ്സ് ഉണ്ട്, പൊസിഷൻ കൺട്രോൾ ചെയ്യാനുള്ള സെൻസേഴ്സ് ഉണ്ട്, ഹാൾ സെൻസേഴ്സ്, അൾട്രാസോണിക് സെൻസേഴ്സ്, ടച്ച് സെൻസേഴ്സ്, PIR സെൻസേഴ്സ്, ടിൽറ്റ് സെൻസേഴ്സ്, അതായത് ആക്സിലറോമീറ്റർ, ഗ്യാസ് സെൻസർ വരെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുണ്ട്. ഈ പറഞ്ഞ ആക്സിലറോമീറ്റർ എന്ന് പറഞ്ഞാൽ ടിൽറ്റ് മൂവ്മെന്റിനെ ഐഡന്റിഫൈ ചെയ്യാനുള്ളതാണ്. എക്സ് ആക്സിസിൽ എത്ര ആംഗിളിൽ അതുണ്ട്. ഫോർ എക്സാമ്പിൾ ഇത് 90 ഡിഗ്രി ആണ്. ഓക്കെ, ഇത് ഇത്തിരി ടിൽറ്റ് ആവണമെന്ന് പറഞ്ഞാൽ ഇതാണ് ടിൽറ്റ് ആംഗിൾ എന്ന് പറയാം. ഇത് രണ്ടിനുള്ള ഡിഫറൻസ് ആണ് ടിൽറ്റ് ആംഗിൾ എന്ന് പറയാം. ഈ പറഞ്ഞ എത്ര ആംഗിളിൽ അത് ടിൽറ്റ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞ് നമുക്ക് കണ്ടെത്തണമെന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ട് അതിൽ ആക്സിലറോമീറ്റേഴ്സ് വേണ്ടി വരും. ഓക്കെ, സോ ഒരു ഡ്രോൺ സ്റ്റെബിലൈസേഷൻ അറ്റൈൻ ചെയ്യണം എന്ന് പറഞ്ഞാൽ 3 ആൾക്കാർ വൈറ്റൽ റോൾ പ്ലേ ചെയ്യും. ഒന്ന് ആക്സിലറോമീറ്റർ, ഗൈറോസ്കോപ്പ്, മൂന്നാമത്തത് കോമ്പസ് ആണ്. ഓക്കെ, ഇതെല്ലാം ഫെയിൽ ആയെന്ന് പറഞ്ഞാലും സപ്പോസ് ഒരു കോമ്പസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ നോർത്ത് ഡയറക്ഷൻ ഉറപ്പായിട്ട് അത് കണ്ടെത്തും. അവിടെ നിന്ന് നമ്മൾ വന്ന ഡിസ്റ്റൻസ് എത്ര ഡിസ്റ്റൻസിലാണ് നമ്മളുള്ളത്, ബേസിൽ നമ്മൾ എത്ര ദൂരം പോകണം എന്ന് പറഞ്ഞ എല്ലാ ഇതും ഈ പറഞ്ഞ കോമ്പസ് വെച്ച് അത് തീരുമാനിക്കും. ഓക്കെ, ആക്സിലറോമീറ്റേഴ്സ് ഇത്തിരി എക്സ്പെൻസീവ് ഡിവൈസ് ആണ്, കാരണം ഇതിൽ പീസോ ഇലക്ട്രിക് ക്രിസ്റ്റൽസ് ഇതിൻ്റെ ഉള്ളിലുണ്ട്. ഓക്കെ, സോ നമ്മൾ ഒരു പറഞ്ഞ ഈ വൈബ്രേഷൻസിനെ ഇത് വന്നിട്ട് എന്ത് ചെയ്യുന്നത് പറഞ്ഞാൽ ഒരു ഇലക്ട്രിക്കൽ ഔട്ട്പുട്ട് ആയിട്ട് ചേഞ്ച് ചെയ്തിട്ട് അതിനനുസരിച്ചുള്ള സ്റ്റെബിലൈസേഷൻ ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യും. ഓക്കെ, ബാരോമീറ്റേഴ്സ് എന്ന് പറയുന്നത് വെതർ ഇൻസ്ട്രുമെന്റ് ആണ്. അറ്റ്മോസ്ഫിയറിക് പ്രഷർ എത്രയാണെന്ന് നമ്മൾ കണ്ടെത്തണമെന്ന് പറഞ്ഞാൽ നമ്മൾ ബാരോമീറ്റേഴ്സ് യൂസ് ചെയ്യാം. ഓക്കെ, മെട്രോളജിക്കൽ ഡിവൈസസിൽ ഉറപ്പായിട്ട് ഈ പറഞ്ഞ ബാരോമീറ്റേഴ്സ് അധികം യൂസ് ചെയ്യാറുണ്ട്. ഗൈറോസ്കോപ്പ് എന്ന് പറയുന്നത് ആംഗുലർ വെലോസിറ്റിനെ സെൻസ് ചെയ്യാനുള്ള ഡിവൈസ് ആണ്. ഓക്കെ, നേരത്തെ പറഞ്ഞ മാതിരി മാഗ്നറ്റോമീറ്റർ എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡിനെ മെഷർ ചെയ്യാനുള്ളതാണ്. മാഗ്നറ്റിക് സ്ട്രെങ്ത് അതിന്റെ വേരിയേഷനെ നമ്മൾ ഇത് വെച്ചിട്ട് കണ്ടെത്താൻ പറ്റും. നവഡേസ് വന്നിട്ട് കോമ്പസസ് കുറെ വന്നിട്ട് മാഗ്നറ്റോമീറ്റേഴ്സ് യൂസ് ചെയ്യാറുണ്ട്. പക്ഷെ ഓൺലി ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും ഇലക്ട്രിക് ഫീൽഡ് ഇലക്ട്രിക്കൽ ഒരു പവർ നമ്മൾ പറഞ്ഞ ഒരു കണ്ടക്ടറിൽ കൊടുക്കുമ്പോൾ അത് ചിലപ്പോൾ മാഗ്നറ്റ് ആയിട്ട് ആക്ട് ആക്കി വരും. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ചിലപ്പോൾ ഡൈവേർഷൻസ് ഉണ്ടാകാനുള്ള സാധ്യതകൾ ഇതിലുണ്ട്. ഓക്കെ, അതേപോലെ ഒരു സിമ്പിളായ പിക്ചറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഒരു ഡ്രോണിൽ ആക്സിലറോമീറ്റർ ഉണ്ട്. ഓക്കെ, ഫ്ലോ സെൻസേഴ്സ് ഉണ്ട്, മാഗ്നെറ്റോ സെൻസേഴ്സ് ഉണ്ട്, ടിൽറ്റ് സെൻസേഴ്സ് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. അതേപോലെ IMU, ദാറ്റ് ഇസ് ഇനേർഷ്യ മെഷർമെന്റ് യൂണിറ്റ് എന്ന് പറയുന്നത് ഉണ്ട്. ഈ ഇനേർഷ്യ മെഷർമെന്റ് യൂണിറ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് 3 സെൻസേഴ്സ്. ഓക്കെ, ഏതൊക്കെ സെൻസാർ? ഗൈറോസ്കോപ്പ്, ബാരോമീറ്റർ, ആക്സിലറോമീറ്റർ. ഇത് 3 ഒരു ഡിവൈസ് ഉണ്ടെന്ന് പറഞ്ഞാൽ അതിനെ വന്ന് ഇനേർഷ്യ മെഷർമെന്റ് യൂണിറ്റ് എന്ന് പറയും. ഓക്കെ, അതേപോലെ GPS. സോ ഇപ്പോൾ നവഡേസ് നമ്മളൊരു ടാർഗറ്റ് മിഷൻ അച്ചീവ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ബേസിന് റിട്ടേൺ ചെയ്യണമെന്ന് പറഞ്ഞാൽ അതിന് ലാറ്റിറ്റ്യൂഡിലും ലോങ്ങിറ്റ്യൂഡിലും പൊസിഷൻസ് അറിയണം. സോ ഈ പറഞ്ഞ പൊസിഷൻസിന് നമ്മൾ കൊടുക്കുന്നത് ഏതെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ GPS ആണ്. ഓക്കെ, റേഞ്ച് ഫൈൻഡേഴ്സ്. ഈ റേഞ്ച് ഫൈൻഡേഴ്സ് വന്നിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ റോൾ പ്ലേ ചെയ്യുന്നുണ്ട്. എങ്ങനെയെന്ന് പറഞ്ഞാൽ ஸோ கிரவுண்ட் லெவல்ல இருந்து ஓகே ഒരു എത്ര ദൂരം ഇത് ഫാർ അവേ ഉണ്ടെന്ന് പറഞ്ഞ് നമുക്ക് കണ്ടെത്തണം എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ട് റേഞ്ച് ഫൈൻഡറിന്റെ ആവശ്യം നമുക്ക് വേണ്ടി വരും. ഓക്കെ, ഇത് പറഞ്ഞ ഒരു ബാരോമീറ്ററിന് പകരം ഉള്ള ഒരു റിഡൻഡന്റ് സപ്പോർട്ടാണ് ഈ പറഞ്ഞ റേഞ്ച് ഫൈൻഡേഴ്സ്. ഓക്കെ, അബ്സ്റ്റക്കിൾ അവോയ്ഡൻസ്. നവഡേസ് വന്നിട്ട് ഓട്ടോമാറ്റിക് ആയിട്ട് ഒരു അബ്സ്റ്റക്കിൾ ഒരു ഡ്രോൺ ഫ്ലൈ ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓട്ടോമാറ്റിക് ആയിട്ട് ഇവിടെ വന്ന് അബ്സ്റ്റക്കിൾ ഉണ്ടെന്ന് സെൻസർ സെൻസ് ചെയ്യുന്നു പറഞ്ഞാൽ
അത് ഹിറ്റാകാതെ അവിടെ നിന്ന് മൂവ്മെന്റ് മാറ്റിയെടുത്തിട്ട് എവിടെ ഒബ്സ്റ്റക്കിൾ ഇല്ലെന്ന് പറഞ്ഞു ക്ലിയറൻസ് ഉള്ള സ്ഥലത്ത് അത് മൂവ് ചെയ്യാൻ പറ്റും. സോ ഈ ഒബ്സ്റ്റക്കിൾ അവോയ്ഡൻസ് എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ സെൻസറാണ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഡിവൈസാണ് നമ്മുടെ ഡ്രോൺസിൽ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതുപോലെ ഡിസ്റ്റൻസ് സെൻസർ നമുക്ക് വേണ്ടി വരും. ട്രാൻസ്മിറ്റർ എമിറ്റർ ഓപ്പറേഷൻ ആണ്. ഒബ്സ്റ്റക്കിളിനെ ഈ പറഞ്ഞ അൾട്രാസോണിക് സൗണ്ട് വേവ്സിനെ കൊടുത്ത് നോക്കും. ഓക്കെ, അത് ഉറപ്പായിട്ട് ഒരു ഇലക്ട്രിക്കൽ സിഗ്നലായിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്ത് വരും. ഓക്കെ, ഇത് എമിറ്റേഴ്സ് കൊടുക്കുന്നതിന് ഒബ്സ്റ്റക്കിളിന് ഹിറ്റായിട്ട് ഇത് റിട്ടേൺ ആകുമ്പോൾ അതിനനുസരിച്ച് നമ്മൾ തീരുമാനിക്കാൻ പറ്റും എത്ര ഡിസ്റ്റൻസ് ദൂരത്തിലാണ് ഈ പറഞ്ഞ ഒബ്സ്റ്റക്കിൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അടുത്ത ടൈം ഓഫ് ഫ്ലൈറ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയ നോക്കാണ്. ഇത് വെച്ചിട്ട് എന്ത് ചെയ്യുന്നത് പറഞ്ഞാൽ ഒരു സെൻസറിനും ഒരു ഓബ്ജക്റ്റിനുള്ള ഡിസ്റ്റൻസിന് നമ്മൾ ടൈം ഓഫ് ഫ്ലൈറ്റ് പ്രിൻസിപ്പൾസ് വെച്ചിട്ട് മെഷർ ചെയ്യാൻ പറ്റും. ഓക്കെ, റേഞ്ച് ഫൈൻഡേഴ്സിൽ നോക്കുമ്പോൾ ലൈറ്റിനെ യൂസ് ചെയ്തിട്ടാണ് ഈ പറഞ്ഞ ടൈം ഓഫ് ഫ്ലൈറ്റിനെ കണ്ടിട്ടുണ്ട്. ഓക്കെ, സോ ഈ സെൻസർ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ടാർഗറ്റിനെ നോക്കി ഒരു സിഗ്നലിനെ കൊടുക്കും, തിരിച്ച് ഇതെടുക്കും. സോ ഇപ്പോൾ ഇത് രണ്ടിൻ്റെ ഡിഫറൻസ് വെച്ച് നമുക്ക് കണ്ടെത്താൻ പറ്റും എത്ര ഡിസ്റ്റൻസിലാണ് അത് ഉള്ളതെന്ന് പറഞ്ഞ് നമുക്ക് തീരുമാനിക്കാൻ പറ്റും. ഓക്കെ, സോ ട്രാൻസ്മിറ്റിംഗ് എമിറ്റിംഗ് ഡിവൈസസ് ഇതിൽ നമുക്ക് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, നന്ദി. മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കനെ പ്രസ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടെ ഷെയർ ചെയ്യുക. ഇതേപോലെ നിങ്ങൾ കുറേ കാര്യങ്ങൾ അറിയണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ഈ പറഞ്ഞ വീഡിയോസിൻ്റെ പാർട്ട് നിങ്ങൾ മിസ് ചെയ്തെന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഒരു പ്ലേലിസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൽ പോയിട്ട് നിങ്ങൾ ഡ്രോൺ അൺമാൻഡ് എയർ വെഹിക്കിൾ പാർട്ട് 1 to 2 മലയാളം എന്ന് പറഞ്ഞ ഒരു പ്ലേലിസ്റ്റ് ഉണ്ടാക്കി അതിൽ പോയിട്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. നന്ദി. അതേപോലെ ഞങ്ങൾ കൺസിസ്റ്റൻസി ട്രെയിനിങ് സപ്പോർട്ട്സ് കൊടുക്കാറുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങളെ കോൺടാക്ട് ചെയ്യാം. നന്ദി. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞ് നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടെ ഷെയർ ചെയ്യാം. നന്ദി, നമസ്കാരം.